നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തിങ്കളാഴ്ച US സൈന്യം ലോസ് ആഞ്ചലസിലേക്ക് ഏകദേശം 700 മെറൈൻ സൈനികരെ താൽക്കാലികമായി വിന്യസിക്കും. പ്രതിഷേധങ്ങൾ 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ താൽക്കാലികമെന്ന് വിശേഷിക്കപ്പെടുന്ന വിന്യാസം ഇതിനകം തന്നെ അവിടെയുള്ള നാഷണൽ ഗാർഡ് സേനയെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ആഴ്ച മധ്യത്തോടെ സൈനികരുടെ എണ്ണം 2000-ആയി ഉയർത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പരിസ്ഥിതി പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമൊക്കെയായ ഗ്രറ്റ തംബർഗിനെ അനധികൃത കുടിയേറ്റക്കാരെ തടവിലിടുന്ന ജയിലിൽ അടച്ചതായി റിപ്പോർട്ട്. അനധികൃതമായി ഇസ്രായേൽ അതിർത്തി ലംഘിച്ച ഗ്രറ്റയും കൂടെയുള്ള 11 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സഹായത്തിനായി ഗ്രറ്റ തന്റെ മാതൃരാജ്യമായ സ്വീഡനോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവർ കൈയൊഴിയുകയായിരുന്നു. ജപ്പാനിൽ US വ്യോമത്താവളത്തിലുണ്ടായ സ്ഫോടനത്തിൽ 4 ജാപ്പനീസ് സൈനികർക്ക് പരിക്കേറ്റു. ജപ്പാന്റെ തെക്കൻ ദ്വീപായ ഒക്കിനാവയിലെ US വ്യോമത്താവളത്തിലാണ് സ്ഫോടനം നടന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. 2ാം ലോക മഹായുദ്ധകാലത്ത് പൊട്ടാതെ കിടന്ന സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കും മുൻപ് സൂക്ഷിക്കുന്ന സ്ഥലമാണിത്. സൈനികർ പരിശോധന നടത്തുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് സ്വയം പ്രതിരോധ സേന SDF പറഞ്ഞു. 2ാം ലോക യുദ്ധകാലത്തെ 100 കണക്കിന് ടൺ ബോംബ് ഒക്കിനാവയിലും പരിസരത്തുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മിക്കതും US സൈന്യം ജപ്പാനിൽ ഇട്ടവയാണ്. ഏകദേശം 1856 ടൺ ബോംബുകൾ പൊട്ടാതെ ഇവിടെ കിടപ്പുണ്ടെന്നാണ് കരുതുന്നത്. പരാത വട്ടപ്പുഴകളുമായി ബന്ധപ്പെട്ട ജൈവ വസ്തുക്കൾ കടത്തിയെന്ന കുറ്റത്തിനും കയറ്റുമതിയെക്കുറിച്ച് ഫെഡറൽ അധികാരികൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന കുറ്റത്തിനും വുഹാനിൽ നിന്നുള്ള ഒരു ചൈനീസ് പൗരനും PhD വിദ്യാർത്ഥിയുമായ ഒരു വ്യക്തിയെ US-ൽ അറസ്റ്റ് ചെയ്ത് കുറ്റം ചുമത്തി. പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ ബ്രഹ്മോസ് മിസൈൽ നടത്തിയ സംഹാര താണ്ഡവം ലോകമെങ്ങും വാർത്തയായി. ഇത് കണ്ട റഷ്യ ഈ മിസൈൽ തങ്ങൾക്ക് നേരെ അയക്കുമോ എന്ന സെലൻസ്കി ഭയന്നു. ജർമ്മനിയുടെ ദീർഘദൂര മിസൈലായ ടോറസ് ആവശ്യപ്പെട്ടു. 500 കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രുകേന്ദ്രം തകർക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലായിരുന്നു ടോറസ്. പക്ഷേ ജർമ്മനിയുടെ ചാൻസലറായ ഫ്രെഡറിക് മെഴ്സ് സെലൻസ്കിയുടെ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. ലോസ് ആഞ്ചലസ് കലാപം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അമേരിക്കൻ പോലീസിന്റെ വെടിയേറ്റ് ഓസ്ട്രേലിയൻ റിപ്പോർട്ടർ. ഇവരുടെ കാലിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. മുഴുവൻ സംഭവവും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വെടിയുതിർത്ത ശേഷം അവരും അവരുടെ ക്യാമറ ഓപ്പറേറ്ററും സംഭവ സ്ഥലത്ത് നിന്ന് മാറി. ദുബായിയുടെ വരാനിരിക്കുന്ന മെട്രോ ബ്ലൂ ലൈൻ പദ്ധതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടുമെന്ന് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ബുർജ് ഖലീഫയ്ക്ക് പേരുകേട്ട വാസ്തുവിദ്യാ സ്ഥാപനമാണ് ഇതിന്റെ രൂപകൽപ്പന ഏറ്റെടുത്തിരിക്കുന്നത്. ദുബായിലെ പൊതുഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ ഈ ഗണ്യമായ വിപുലീകരണം നഗര കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എമിറേറ്റിന്റെ നിലവിലുള്ള വികസന സംരംഭങ്ങളുടെ ഭാഗമായി വാസ്തുവിദ്യാ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്നതിനും പദ്ധതിയിട്ടിരുന്നു. ഈ വർഷം അവസാനത്തോടെ എല്ലാ ടേർഷ്യൽ ലെവൽ ആശുപത്രികളും പ്രസവ സമയത്ത് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ നൽകണമെന്ന് ചൈന പറഞ്ഞു. ഈ നീക്കം സ്ത്രീകൾക്ക് സൗഹൃദപരമായ പ്രസവ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുമെന്നും അവർ വ്യക്തമാക്കി. ടിക്ടോക്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ താരമായ ഖാബി ലാം കഴിഞ്ഞ വെള്ളിയാഴ്ച നെവാഡയിൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് വിസ കാലാവധി കഴിഞ്ഞിട്ടും തങ്ങിയതിന് കസ്റ്റഡിയിലെടുത്തെങ്കിലും സ്വമേധയാ പുറപ്പെടൽ അനുവദിച്ചതിനു ശേഷം അതേ ദിവസം തന്നെ വിട്ടയച്ചു. ടെഹ്റാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഉപരോധം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ആഴ്ച വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങളുടെ ഒരു ശേഖരത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ വൻതോതിൽ ചോർന്നുവെന്ന ഇറാനിയൻ ഇന്റലിജൻസിന്റെ സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ അമിതമായി നിരീക്ഷിക്കപ്പെടുന്ന സ്വന്തം സിവിൽ ആണവ പദ്ധതിയാണെന്ന് ഇറാൻ വാദിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തര കൊറിയയിലേക്ക് തോക്കുകൾ, വെടിക്കോപ്പുകൾ, മറ്റ് സൈനിക വസ്തുക്കൾ എന്നിവ കയറ്റുമതി ചെയ്തതിന് അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ഒരു ചൈനക്കാരൻ കുറ്റം സമ്മതിച്ചതായി US നീതിന്യായ വകുപ്പ് അറിയിച്ചു. വാക്സിനുകളിൽ വൈദഗ്ധ്യം നൽകുന്ന സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിലെ CDCയിലെ 17-അംഗ പാനലിനെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് HHS സെക്രട്ടറി റോബർട്ട് കെന്നഡി ജൂനിയർ നീക്കം ചെയ്തു. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.